നമ്പർ വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അത്രയും നീണ്ട് പോകുന്ന വീഡിയോ ആയതുകൊണ്ട് വളരെ ചുരുക്കി ആദ്യത്തെ 4 ഡിജിറ്റ് ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാർഡിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് അപ്പം ഇദ്ദേഹം പ്രവചിക്കാൻ പോവുക. ഇത് എന്താ ശരിക്കും മെൻ്റലിസം ആണോ? മെൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ നമ്പേഴ്സ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാർഡിലെ നമ്പർ അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഞാൻ റീഡ് ചെയ്തെടുക്കുക ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം അതിന് മുമ്പ് പുള്ളിക്കാരനോട്ട് ചെറിയ ഇൻട്രാക്ഷൻ വേണം, അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ്. താങ്കൾ കാർഡ് മറച്ചു വെച്ചിരിക്കുക. ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും. അല്ല, അത് കുഴപ്പമില്ല. എനിക്ക് സാധാരണ നമ്മൾ പേപ്പറിലാണ് എഴുതാറുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേപ്പറും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഫോണിൻ്റെ കാൽക്കുലേറ്ററിനകത്ത് തന്നെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. അതിന് വേറെ സംഭവങ്ങളൊന്നുമില്ല, ടെക്നിക്കൽ സംഭവങ്ങളൊന്നുമില്ല. കയ്യിലിരിക്കുന്ന ATM കാർഡ് ഞങ്ങൾക്ക് മുൻപരിചയമൊന്നുമില്ല. മാധ്യമരംഗമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹമായിട്ടുള്ള പരിചയം മാത്രമല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ വസ്തുക്കളിലൊന്നും ഞാൻ കൈകടത്താറില്ല. അതിനെപ്പറ്റി എനിക്ക് അറിവില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനൊരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ഇതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്ന ATM കാർഡ് എനിക്കറിയില്ല. അത് ഡെബിറ്റ് കാർഡല്ലേ? കാർഡ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഡെബിറ്റ് കാർഡല്ലേ? ഡെബിറ്റ് കാർഡ് എൻ്റെ കണ്ടിരിക്കുന്നു. കാർഡ് നിങ്ങളൊന്ന് നോക്കി പഠിച്ചു. കാർഡ് ഞാൻ പിടിക്കണം. നിങ്ങൾ കാർഡ് ഇനി ഞാൻ കാണുന്നില്ല, എന്നെ കാണിക്കുന്നില്ല. ഞാൻ അദ്ദേഹം തന്നെയാണത് കാണുന്നത്. ആകെ അതിനകത്ത് ഒരു 16 ഡിജിറ്റ് ഉണ്ട്, 16 നമ്പറുണ്ട്. ആ 16 നമ്പറുണ്ട്. ആദ്യത്തെ 4 നമ്പർ കണക്കൂട്ടാനൊക്കെ അറിയാം, സ്കൂളിൽ പോയിട്ടില്ല. ആ 4 ഡിജിറ്റിലെ ആദ്യത്തെ ഡിജിറ്റ് താങ്കളൊന്ന് മനസ്സിലാക്കി. ആദ്യത്തെ ഡിജിറ്റ് കണ്ടാൽ ഓക്കെ. അല്ല അല്ല ആദ്യത്തെ ഡിജിറ്റ് കണ്ടല്ലോ. ആ സംഖ്യ മാത്രം ഒന്ന് മനസ്സിലാക്കി കണ്ണിലേക്കണം. ആ സംഖ്യ മാത്രം മനസ്സിൽ പറഞ്ഞു. രാവിലെ 8:30 പോകണം. നല്ല കാലം തേങ്ങ നാളെ ഇത് മേടിക്കണ്ടേ? ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആദ്യത്തെ കുറഞ്ഞ രണ്ടാമത്തെ ഡിജിറ്റ്, ഈ 4 രണ്ടാമത്തെ ഡിജിറ്റ് ഈ ആദ്യത്തെ ഡിജിറ്റിനെ കാട്ടിയും വലുത് വെച്ചത് ചെറുതാണ്. എത്ര ചെറുതാണ്? എത്ര ചെറുത്? അത്രയും തന്നെ ചെറുതാണോ? അത്രയല്ല, പറയൂ എത്ര ചെറുത്. ഇപ്പം 2 ചെറുത് അല്ലെങ്കിൽ 3 ചെറുത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ആദ്യത്തെ ഡിജിറ്റ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടില്ല. അതിന് ആദ്യത്തെ 4 നമ്പർ ചേരുന്നത് ആദ്യത്തെ 4 നമ്പറിലെ ഫസ്റ്റ് നമ്പറാണ് ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഒരു നമ്പറാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. സെയിമാണ്. നീ കാണുന്നുണ്ടല്ലോ. ശരി, അപ്പോൾ അടുത്ത് നമുക്ക് 3ാമത്തെ നമ്പറാണ്. ആ 3ാമത്തെ നമ്പറിലെ ആദ്യത്തെ നമ്പറിൽ നമ്മളിപ്പം 4 ഡിജിറ്റിലെ ആദ്യത്തെ നമ്പറിൽ നിന്നും വലുതാണോ ചെറുതാണോ ഈ 3ാമത്തെ? ചെറുത്. എത്ര ചെറുത്? അത് ഫുൾ ചെറുത്. ഫുള്ള് സെയിം തന്നെ അല്ല, അത്ര തന്നെ ചെറുത്. അടുത്ത 4ാമത്തെ ഡിജിറ്റ്. ഈ 4ാമത്തെ ഡിജിറ്റിലെ 4ാമത്തെ ഡിജിറ്റ് നമ്പർ ആദ്യത്തെ നമ്പറിൽ നിന്നും എത്ര ചെറുതാണ്? കൂടുതലാണ്. എത്ര കൂടുതലാണ്? ഫുള്ള് കൂടുതലാണ്. കൂടുതൽ. 4ാമത്തെ ഡിജിറ്റ് 4 ഫുള്ള് കൂടുതലാണ്. അത്രയും തന്നെ കൂടുതൽ. അത്രയും തന്നെ കൂടുതൽ എങ്ങനെ വരും?
ആകെ 4 ഡിജിറ്റ്. അതിന് ഒരെണ്ണം കുറവല്ലേ, ഒരെണ്ണം കുറവല്ല. ഒരു പോയിന്റ് കുറവാണ്. ശരി, ഇനി ഞാൻ ഈ നമ്പർ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. ഞാൻ ഇന്നത്തെ ഒന്നും ചെയ്യുന്നില്ല. ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. എത്രയാണ് പറഞ്ഞു കൊടുക്കും? 5 0 9. അടിപൊളി. അപ്പോൾ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നമ്മുടെ ഈ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ ATM കാർഡ് മറ്റൊരാളെ ഇരിക്കുന്ന ATM കാർഡിൻ്റെ നമ്പർ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടോ. എന്തായാലും ഇത് അന്നേരം ഇത്രയും സാർ സെലിബ്രിറ്റി ആയിരിക്കുന്നു.